നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. യെസ്, അപ്പോ അത് നമ്മൾ ചോദ്യമായിട്ട് ചോദിക്കും. ഇപ്പൊ ഐ വിൽ ഗോ, ഞാൻ പോകും. യു വിൽ ഗോ, നിങ്ങൾ പോകും. യു വിൽ നോട്ട് ഗോ, നിങ്ങൾ പോകില്ല. നിങ്ങൾ പോകുമോ എന്നാണ് നമ്മൾ ചോദിക്കണമെങ്കിൽ ആ വില്ല് എടുത്തിട്ട് ആദ്യം പറഞ്ഞാൽ മതി. വിൽ യു. ഓക്കെ, പരീത കറക്റ്റ് ആൻസർ ആണ്. വില്ല് ആദ്യം ചോദിച്ചാൽ മതി. വിൽ യു ഗോ, നിങ്ങൾ പോകുമോ? വിൽ യു റീഡ് ദ ന്യൂസ് പേപ്പർ? വിൽ യു സപ്പോർട്ട് മീ? വിൽ യു കീപ് യുവർ പ്രോമിസ്? ഇതെല്ലാം വില്ലിയു വെച്ച് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറുന്നു? അത് സിമ്പിൾ ഫ്യൂച്ചറിന്റെ ക്വസ്റ്റ്യൻ പോലെയുള്ള വാചകങ്ങളാണ്. യെസ്, നിങ്ങൾക്ക് പരിചയമുള്ള വില്ലിയു വെച്ചിട്ട് തുടങ്ങുന്ന എന്തെങ്കിലും വാചകങ്ങളുണ്ടെങ്കിൽ പറയാം. വില്ലിയു ആദ്യം വരും. വില്ലിയു നോ, വിൽ ഹി നോ, വിൽ ഷീ നോ, എന്തെങ്കിലും ഒന്നാണ്. യെസ്, വില്ലിയു യെസ്, റിവിൽ ദാറ്റ്. അത് ഞാൻ മനസ്സിൽ വിചാരിച്ചത്. വിൽ യു മാരി മീ? അത് കഴിഞ്ഞതിന് ശേഷം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ഇടാം. ക്വസ്റ്റ്യൻ മാർക്ക്. യെസ്, ഓക്കെ. റിവിൽ ദാറ്റ്. യെസ്, അത് ഒരുപാട് സിനിമകളിൽ പറയുന്ന വാചകമാണ്. യെസ്, വില്ല് ആദ്യം വന്നത്. യെസ്, വിൽ യു ഓപ്പൺ ദ വിൻഡോ? യെസ്, ഓക്കെ. വില്ല് ആദ്യം വരുമ്പോ അതെന്തായിട്ട് മാറുന്നു? ചോദ്യമായിട്ട് മാറുന്നു. യെസ്, അപ്പൊ നമ്മൾ മൂന്നാമത് പറഞ്ഞ ടെൻസ് അവസാനിക്കുകയാണ്. ഞാൻ അടുത്ത ഒരു ടെൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. യെസ്, അപ്പൊ നമുക്ക് നോക്കാം. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, ഇത് മൂന്നാണ് നമ്മൾ പറഞ്ഞത്. സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ ഹാബിച്വൽ ആക്ഷൻ, സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയത്, സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ സംഭവിക്കാൻ പോകുന്നു. ഇതാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രസന്റ് കണ്ടിന്യൂവസ് എന്ന് പറയുന്ന ഒരു ടെൻസാണ്. പ്രസന്റ് കണ്ടിന്യൂവസ്. പ്രസന്റ് കണ്ടിന്യൂവസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ഇപ്പോൾ, കണ്ടിന്യൂവസ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രസന്റിലി വാട്ട് ഈസ് ഗോയിങ് ഓൺ? ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം ഏതാണോ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ആക്ഷൻ ഏതാണോ, അതിനെയാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂവസ് എന്ന് പറയുന്നത്. പ്രസന്റ് കണ്ടിന്യൂവസ്. ഓക്കെ, അപ്പോ അതിന്റെ സ്ട്രക്ചർ, പ്രസന്റ് കണ്ടിന്യൂവസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എഴുതിക്കോളൂ. എസ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആ അല്ലെങ്കിൽ ആർ. ഈസ് ഒരു സ്ലാഷ്, ആൻഡ് ഒരു സ്ലാഷ്, ആർ. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വി, വെർബ് എന്നുള്ളതിന്റെ കൂടെ വി. അത് കഴിഞ്ഞതിന് ശേഷം ING. യെസ്, ഈ മോഡൽ എഴുതി കഴിഞ്ഞാൽ അതെന്താണത്? പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. സബ്ജക്റ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ, ഇത് ഏതെങ്കിലും. അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, പിന്നെ ആ വെർബിന്റെ കൂടെ ING. ഇത്രയും വന്നു കഴിഞ്ഞാൽ, ഈ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ അത് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസിലാണ് ആ വാചകം എഴുതിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി. സബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ, വെർബ്, ING. ഓക്കെ, ഇനി നമുക്ക് വേറൊരു കാര്യം നോക്കാം. ഈസ് എന്ന് പറഞ്ഞാലും ആം എന്ന് പറഞ്ഞാലും ആർ എന്ന് പറഞ്ഞാലും ആകുന്നു എന്നാണ് ഇംഗ്ലീഷിൽ മീനിങ്. ആകുന്നു. അപ്പൊ നമുക്കറിയാം, ഐ സബ്ജക്റ്റ് ആകുമ്പോ ആം ചേർക്കും, ഹി സബ്ജക്റ്റ് ആകുമ്പോ ഈസ് വരും, ഷീ സബ്ജക്റ്റ് ആകുമ്പോ ഈസ് വരും. പിന്നെ അതുകൂടിയുണ്ട്, സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഒരെണ്ണം ഉണ്ടെങ്കിൽ ഈസ് വരും. അപ്പൊ ഹീയുടെ കൂടെ, ഷീയുടെ കൂടെ, പിന്നെ സിംഗുലറിന്റെ കൂടെ. ബാക്കിയുള്ളത്, അതായത് വിയുടെ കൂടെ ആർ, യുവിന്റെ കൂടെ ആർ, ദയുടെ കൂടെ ആർ, പിന്നെ പ്ലൂറൽ ബഹുവചനമാണെങ്കിൽ, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ അവിടെ ആർ. ബോയ് ആണെങ്കിൽ ഈസ്, ബോയ്സ് ആണെങ്കിൽ ആർ. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ബോയ്സ് പ്ലൂറലാണ്, അപ്പൊ ആറ്. ബോയ് എന്ന് പറയുമ്പോൾ ഒരെണ്ണുള്ളൂ, ഈസ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇതിനെയാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ഞാനിപ്പോ ഒരു യെസ് ഓക്കെ, അയിന വെരി ഗുഡ്. നീതുമോൾ,
Needumol. Hello. Hello. How are you, Needumol? I'm fine, sir. Very good, very good, very good. ഞാൻ സംശയിച്ചു വയ്ക്കുന്നത് ഐ സബ്ജക്റ്റ് ആകുമ്പോ ഈസ് വരും ആകുമ്പോൾ ആറ് വരും. Is ഈ ഐ സബ്ജക്റ്റ് ആകുമ്പോ ഈസ് ആണ് ആം ആണ് ആറാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് സംശയം. ഉറപ്പാണ്? ഉറപ്പാണ്. മറ്റൊന്നുമില്ല. ഇല്ല. അതിന്റെ കൂടെ പീസ് വരില്ല. ഇല്ല. ആറ് വരില്ല. ഇല്ല. ഉറപ്പല്ലേ? അതെ. 100%. ഓക്കെ. അതെ. യെസ്. ഓക്കെ. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ഇതുപോലെ. ഓക്കെ. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എത്രാമത്തെ അക്ഷരമാണ് ഐ? 9. 9 അല്ലേ? അതൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞേ. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 9ാമത്തെ അക്ഷരമാണ് ഐ എന്നുള്ളത് ഇംഗ്ലീഷിൽ പറഞ്ഞേ. I is the alphabet ABCD letter 7th letter. സാർ ഞാൻ നോക്കട്ടെ. ഓക്കെ ഓക്കെ, ആലോചിച്ചു. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 9ാമത്തെ അക്ഷരമാണ് ഐ എന്നൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു. Alphabet letters 7th letter is I. ഓ, അങ്ങനെ പറയണ്ട. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഓക്കെ ഫരീദ 9th ലെറ്റർ ആണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ. ആൽഫബറ്റൊക്കെ വിട്. I is the 9th letter of alphabet. യെസ്. അപ്പൊ ഐ കഴിഞ്ഞിട്ട് എന്താ ഉപയോഗിച്ച്? എന്താ സാറേ? ഐ കഴിഞ്ഞിട്ട് ഉപയോഗിച്ച വെറുതെ ഏതാണ്? ഇസ്. നേരത്തെ പറഞ്ഞല്ല ഈസ് വരില്ല. അതിന്റെ കൂടെ ആ മാത്രമേ വരുള്ളൂ എന്ന് പറഞ്ഞില്ലേ? പ്രസ്താവന പിൻവലിച്ചു. തിരിച്ചെടുത്ത് ഇസും വരും. യെസ്. അവിടെ ആൽഫബറ്റ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എന്നുള്ള അർത്ഥത്തിലല്ല, ഇംഗ്ലീഷ് ആൽഫബറ്റ് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ രണ്ട് ഇൻവെർട്ടഡ് കോമയൊക്കെ ഇട്ടിട്ട് അതിന്റെ അകത്താണ് ഐ എഴുതും. യെസ്. ഓക്കെ. ഐ ഈസ് ദ നൈൻത് ലെറ്റർ. അതൊരു തമാശക്ക് പറയുന്ന ഒരു കാര്യമാണ്. യെസ്. അത് നമുക്ക് പറയാം ഐ ഈസ് ദ only letter that comes after H എന്ന് പറയും. ഐ ഈസ് ദ ലെറ്റർ that comes after H. യെസ്. അപ്പൊ ഇത് പിന്നെ ചോദിച്ചത് കൊണ്ട് ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. ആർക്കെങ്കിലും പങ്കെടുക്കാവുന്ന ചോദ്യമാണ്. നിങ്ങളൊരു സെന്റൻസ് പറയും. ആ സെന്റൻസിന്റെ അകത്ത് ഒരു സെന്റൻസ് ഫോർമൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. 3 ബിക്കോസ് ഉണ്ടാവും. യു മേക്ക് എ സെന്റൻസ് വിത്ത് 3 ബിക്കോസ്. നിങ്ങൾ പറയുന്ന സെന്റൻസിന്റെ അർത്ഥം ഉണ്ടാവണം. ആ സെന്റൻസിന്റെ അകത്ത് 3 ബിക്കോസ് ഉണ്ടാവും. ആ 3 ബിക്കോസും യെസ്. ഓക്കെ. അല്ല, ബിക്കോസ് വേർഡ് ഇല്ലേ? ബിക്കോസ് 3 മതി. ആ 3 ബിക്കോസും അരികത്ത് you can make a sentence with the 3 because adjacently, അടുത്തടുത്ത്. Make a sentence 3 because adjacently. അപ്പോൾ നിങ്ങൾ പറയാട്ടോ. രവീന്ദ്രാജ്. ആലോചിക്കട്ടെ എന്ന് നമ്മൾ രവീന്ദ്രാജ്. ഓക്കെ. ആലോചിച്ചു.
make a sentence. 3 because adjacent. Aishwarya Manoj. അതെ 3. അതായത് ശ്രീലക്ഷ്മി പറയുന്ന വാചകത്തിൽ നിങ്ങൾ പറയുന്ന ഒരു സെന്റൻസിന്റെ അകത്ത് 3 ബിക്കോസ് ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. ബിക്കോസ് വേർഡ് 3 പ്രാവശ്യം വേണം. അത് അടുത്തടുത്ത് വരെയും വേണം. വെരി സിമ്പിൾ. യെസ്, ഓക്കെ. അയ്യോ, ആകെ ആ ഒരു സെന്റൻസ് നമുക്ക് വരുള്ളൂ. അപ്പൊ എക്സാമ്പിൾ പറഞ്ഞപ്പോഴാണ് തീർന്നു. ശരിയാ. യെസ്. രവിന്റെ ആലോചിച്ചോ, കിട്ടിയോ? ഷെറിൻ. ഓക്കെ, എന്നാ പിന്നെ ഞാൻ ഉത്തരത്തിലേക്ക് വരട്ടെ. രവിന്റെ യെസ്. Okay, Sudhisha, can you try? Okay, sir, try it. No. I have a headache because I did not have my tea in the morning because I had to get a plate because I was talking with my husband last night. Yes. I hope. 3 ബിക്കോസ് വന്നിട്ടുണ്ട്. പക്ഷെ 3 ബിക്കോസ് അടുത്തടുത്തല്ല വന്നത്. ഒരു ബിക്കോസ് കഴിഞ്ഞ് 1-2 വേർഡ് കഴിഞ്ഞിട്ടാണ് അടുത്ത ബിക്കോസ്. വീണ്ടും 1-2 വേർഡ് കഴിഞ്ഞിട്ടാണ് അടുത്തത്. അങ്ങനെയല്ല പറഞ്ഞത്. ഒരു ബിക്കോസിന്റെ വേർഡ് കഴിഞ്ഞാൽ അടുത്ത വേർഡ് ബിക്കോസ് ആണ്, പിന്നത്തെ വേർഡ് ബിക്കോസ്. അങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്ന അടുത്തടുത്ത് വരണം. ഒരു സെന്റൻസിന് കറക്റ്റ് ആണ്. സുധീഷ പറഞ്ഞ കറക്റ്റ് ആണ്, വന്നിട്ടുണ്ട്. ഒന്നുകൂടി ട്രൈ ആലോചിച്ചിട്ട് പറയാം സർ. യെസ്. രവിരാജ്, ശ്രീലക്ഷ്മി. യെസ്. അപർണ. ഓക്കെ, യെസ്. അപ്പൊ അവിടെ നിൽക്കട്ടെ, നമുക്ക് അതിന്റെ ആൻസറിലേക്ക് വരാം. അതിന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടല്ലോ. കാവ്യ, ഒരു ഹെൽപ്പ് വേണം ഒരാളാണ്. കാവ്യ. സർ, ഗുഡ് ആഫ്റ്റർനൂൺ. കാവ്യ നോക്കിയിട്ടും കിട്ടിയില്ല അല്ലേ? ഇല്ല സർ, അങ്ങനെ ഉണ്ടാവോ? ബിക്കോസ് അങ്ങനെ ഒരേ ഇതിൽ അടുത്തടുത്തിട്ടുണ്ട്. അല്ല, അങ്ങനെ പോകുന്നു. ഇല്ല. ഓക്കെ, പറഞ്ഞു തന്നെ പിന്നെ വിളിച്ചിരിക്കുന്നു. ഓക്കെ, കാവ്യ. ഓക്കെ, ശ്രുതി. ബിക്കോസ് പക്ഷെ അങ്ങനെയായി പോയി. ഓക്കെ ശ്രുതി. യെസ്, കാവ്യ. നമ്മുടെ ഇംഗ്ലീഷില് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. പാർട്സ് ഓഫ് സ്പീച്ച് അറിയാലോ. അതില് ഒരു സംഗതി വരുമ്പോൾ പറയുന്ന സംഗതിയാണ് കൺജങ്ഷൻ. കൺജങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 വാചകത്തെ യോജിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ കൺജങ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ്, ബട്ട്, ബിക്കോസ്, ഇതെല്ലാം ഏതാണ്? കൺജങ്ഷൻ വരുന്ന വാക്കുകളാണ് അല്ലെ? ഐ വെന്റ് ദെയർ ബട്ട്. ഓ, രവിന്റെ സംബന്ധിച്ചു. യെസ്, ഉപയോഗിക്കുന്ന വാക്കാണത്. യെസ്. അപ്പൊ അവിടെ നമ്മൾ അതിന് കൺജങ്ഷൻ എന്ന് പറയും. ബട്ട്, അതിനോടൊപ്പം തന്നെ ആൻഡ്, ബിക്കോസ്, ഇതൊക്കെ 2 സെന്റൻസുകൾ യോജിപ്പിക്കുന്നത്. കവി പറയുക
3 ബിക്കോസ് ഉപയോഗിച്ച് ഒരു സെന്റൻസ് ഉണ്ടാക്കാൻ കഴിയില്ല. അത് ഇംഗ്ലീഷിൽ പറഞ്ഞ് 3 ബിക്കോസ് ഉപയോഗിച്ച് നമുക്കൊരു സെന്റൻസ് ഉണ്ടാക്കാൻ കഴിയില്ല. ഇംഗ്ലീഷിൽ പറഞ്ഞത് No sentences can be created using 3 becauses adjacently. ഇല്ല, ആ ബിക്കോസിൽ വെച്ച് നിർത്ത്. ആ അവിടെ ഒന്നും കൂടി ഒന്ന് എഡിറ്റ് ചെയ്യാം. വി വി കനോട്ട് വെച്ച് പറഞ്ഞ് We cannot create a sentence using 3 because adjacently. യൂസിങ് 3 ബിക്കോസ്. കാരണം ബിക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺജങ്ഷൻ ആണ്. അതുകൊണ്ട് പറഞ്ഞു Because is used as a conjunction. കൺജങ്ഷൻ ശരിയായില്ലേ? We cannot make a sentence with 3 because is a conjunction. Yes sir. Because is a conjunction. Yes. Okay. അപ്പോ എവിടെയെങ്കിലും ചെറിയ കുട്ടികളെ പോലുള്ള സ്ഥലത്ത് ഒന്നാളാവാൻ വേണ്ടിയിട്ട് ഇറക്കാം. യെസ്, അവിടെ കാണാതെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ ഉണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. ഇപ്പൊ ഐ കഴിഞ്ഞിട്ട് ഈസ് പറഞ്ഞു കഴിഞ്ഞപ്പോ ഈസ് വരില്ല എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് ഓർത്തപ്പോ പറഞ്ഞാണ്. ഓക്കെ, നമ്മൾ വീണ്ടും വിഷയത്തിലോട്ട് വരുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസിനെ കുറിച്ചാണ്. സബ്ജക്ട് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, വെർബ് ഐഞ്ച്. അപ്പൊ നേരത്തെ പറഞ്ഞ ഐ കഴിഞ്ഞാൽ ഈസ് വന്നത് വേണ്ട, ഐ കഴിഞ്ഞാൽ ആമേ വരുള്ളൂ. അപ്പൊ നിങ്ങൾക്കറിയാവുന്ന വാചകം നിങ്ങൾ പറയുക. ഈസ് ഉപയോഗിച്ച് പറയുക, ആം ഉപയോഗിച്ച് പറയുക, ആർ ഉപയോഗിച്ച്. യെസ്, ഇഷ്ടമുള്ള സബ്ജക്ട് ഉപയോഗിക്കുക. We are attending the class. You are teaching me. She is drinking tea. Yes. Bindu Satya. Sapna. Sudisha. Yes, sir. ഈസ് ആം ആറ് വരുന്ന 3 വാചകങ്ങൾ. I am very excited. I am very excited. അത് സെന്റൻസ് കറക്റ്റ് ആണ്, പക്ഷെ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസിലോട്ട് അത് വരില്ല. കാരണം സുനീഷ് പറഞ്ഞ വാചകത്തിൽ ഐഎൻജി വന്നില്ല. ഐഎൻജിയോട് വരുമ്പോഴാണ് പ്രസന്റ് കണ്ടിന്യൂസ് വരുന്നത്. സുനീഷ് പറഞ്ഞ വാചകം കറക്റ്റ് ആണ്. ഐ ആം വെരി എക്സൈറ്റഡ്, അത് കറക്റ്റ് സെന്റൻസ്. പക്ഷെ പ്രസന്റ് ടെൻസിലോട്ട് വന്നില്ല. അത് വന്നെങ്കിൽ ഐ ആം കഴിഞ്ഞിട്ട് വെർബിന്റെ കൂടെ ഐഎൻജി കൂടി വരും. യെസ്, ഐ ആം വെരി എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് കണ്ടിന്യൂസ് ആയി. Okay. Okay, sir. Okay. I am very eagerly waiting for 24th of this month Yes, correct. because my husband is coming from Saudi. Yes, very good, very good. Yes. So we family are going to pick him from the Yes. airport. Yes. Okay. Very good, very good. Yes. Thank you, sir. Okay. ഇനി ഈസ് വെച്ച് വരണം. ആറ് പറഞ്ഞു വി ആർ ഗോയിങ് ടു ഈസ് വെച്ച്. Adhi sir, he is coming from Saudi. Okay. ഈസ്. Okay. Very good. അയന ഈസ് ആം ആറ് വരുന്ന വാചകം. ഒരെണ്ണം ഈസ് വെച്ച്, ഒരെണ്ണം ആം വെച്ച്, ഒരെണ്ണം ആറ് വെച്ച്. അതൊന്നും പറയണ്ട. ഈസ് ആം ആറ്. അശ്വതി വിശാഖ്. ഈസ് ആം ആറ്. നീതുമോൾ എന്നാ പറഞ്ഞ യെസ്. കാവ്യ Yes sir. ഈസ് ആം ആറ് വരുന്ന 3 വാചകം പറഞ്ഞ് അയന പറയുന്നു. Sir, എന്തെങ്കിലും 3 വാചകം പറഞ്ഞാൽ പോരെ? പിന്നെ ഓക്കെ.
Sir, I am learning English. Okay, I am learning English. They are playing football. They are playing football. Correct. She is drinking coffee. She is drinking coffee. Okay, correct. Correct. Sherin, പറയാമോ? Sir. Yes, Sherin. Yes, Reshma. Aparna. Yes. Okay. Yes. Okay. Jonas. Aparna പറഞ്ഞോളൂ. ഈ സാമാർ വരുന്നത്. She is reading a story book. They are playing. Okay. Okay. Aparna പറഞ്ഞോളൂ. She Sir, is reading a story book. I am writing a letter. Yes. They are playing in the park. Yes. Correct. Okay. Jonas. good afternoon, sir. Sudha. I am making a flower because we are celebrating the feast of Saint Anthony. She is decorating the church alone. Yes. Okay. Yes. Very good. Archana. Hiba. Yes, sir. Yes. പറഞ്ഞോളൂ ഹിബ. അശ്വതി പറഞ്ഞ കറക്റ്റ് ആണ് കേട്ടോ. I am taking, he is laughing. Okay, ഹിബ, ഈ സാമാർ വരുന്ന 3 വാചകം പറഞ്ഞേ. My family is coming for lunch today. Yes. So I'm preparing biryani. Yes. They are staying here tonight. Yes. Correct. But Nasri. Aishwarya Manoj. Yes. Ashwini. Sir, good afternoon. Good afternoon, Ashwini. Aishwarya പറഞ്ഞോളൂ. I am watching TV. Yes. They are doing their homework. Yes. Okay, but Nasri. She is a very good dancer. She is a very good dancer എന്നുള്ള സെന്റൻസ് കറക്റ്റ് ആണ്. പക്ഷെ അത് പ്രസന്റ് കണ്ടിന്യൂസിൽ വരില്ല. കാരണം അതിനകത്ത് ing ഒരു വീട് പോകത്തില്ല. Yes. സെന്റൻസ് കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ. She is dancing എന്ന് വരുമ്പോഴോ? ഡാൻസിംഗ് കറക്റ്റ് ആണ്. Yes. Okay. Yes. അർച്ചന പറഞ്ഞോളൂ. Archana? Yes, sir. I am dancing. They Yes. are working. She is watching TV. Okay. Correct. Aishwarya? Ragi? Okay. Yes. പറഞ്ഞോളൂ രാഗി. ഈ സാമാർ വരുന്ന 3 വാചകം പറഞ്ഞേ. I am traveling to Dubai. Yes. He is feeling the pain. Yes. We are running. Yes. Okay. Very good. Shakira? Yes. Srilashmi? Anjali? Okay. അപ്പൊ നമുക്ക് മനസ്സിലായി. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, പിന്നെ വെർബ്, അതിന്റെ കൂടെ ing, പ്രസന്റ് കണ്ടിന്യൂസ്. ഇനി അതിനെ നെഗറ്റീവ് വാചകം ഉണ്ടാക്കണമെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ഒരു നോട്ടും കൂടി ചേർക്കണം. ഈ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂയിങ്. അതിന് നെഗറ്റീവ് വാചകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു നോട്ട് ചേർക്കുക. അപ്പൊ ഹി ഈസ് നോട്ട് കമ്മിങ്, ഐ ആം നോട്ട് റൈറ്റിംഗ്, they are not working ഉണ്ടാവും. അപ്പൊ അങ്ങനെ ചേർന്ന് കഴിയുമ്പോൾ അതെന്തായിട്ട് മാറുന്നു? that it turned into a negative sentences. അപ്പൊ നമ്മൾ ഇന്ന് നോക്കിയത് എന്താണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ആ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ, വെർബ് പ്ലസ് ing. അതിനെ നെഗറ്റീവ് വാചകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്
ഈ ഈസ് ആം ആർ എന്ന് പറയുന്ന ഓക്സിലറി വെർബിന് ശേഷം എന്ത് ചേർത്താൽ മതി? നോട്ട് എന്ന് കൂടി ചേർത്ത് കഴിഞ്ഞാൽ അത് നെഗറ്റീവ് വാചകമായിട്ട് മാറും. ഓക്കെ, സിമ്പിൾ അല്ലേ? 10 മാർക്ക് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. Then I will ask you some questions. Yes. Yes. അടുത്തത് ഞാൻ ചോദിക്കുന്നത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ചില പ്രോവർബുകൾ, പ്രസിദ്ധമായിട്ടുള്ള കോമൺ ആയിട്ടുള്ള പ്രോവർബുകൾ. അതുമല്ല എങ്കിൽ നമ്മുടെ കുറച്ച് സേയിങ്സ്, അതാണ് ഞാൻ പറയുന്നത്. അതിന് എല്ലായിടത്തും ഒരു ഡാഷ് ഉണ്ട്. ആ ഡാഷ് ഇട്ട സ്ഥലത്ത് നിങ്ങൾ പൂരിപ്പിക്കണം. കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. യെസ്, യു ഹാവ് ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ചോദ്യം ഇതാണ്: a picture, P-I-C-T-U-R-E, picture is worth, W-O-R-T-H, worth a dash. എന്തായിരിക്കും അവിടെ വരിക? A picture is worth a dash. അതിന്റെ അർത്ഥം നോക്കിയിട്ടാണ് ഫില്ല് ചെയ്താൽ. പിന്നെ അത് ഇന്ന അക്ഷരം തുടങ്ങുന്നൊന്നുമില്ല. A picture is worth a dash. മില്യനല്ല സുധീഷ, വേറൊരു വാചകമുണ്ട്, വേറൊരു കാര്യം. മണിയല്ല, മണിയല്ല. എ പിക്ചർ ഈസ് വർത്ത്, നിങ്ങൾ PWD എന്ന് പറയുന്ന അതൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ചിന്തിക്കും. വർക്കല്ല അതിനാ. A picture is worth, yes. ആരും ഉത്തരം വന്നില്ല. അയ്യല്ല ശ്രീലക്ഷ്മി. A picture, P-I-C-T-U-R, picture, പടം. Yes, Hiba, you are right, very good. Yes, ഹിബയാണ് എന്റെ ആൻസർ പറഞ്ഞത്. Congratulations, Hiba. A picture is worth 1,000 words. 1000 വാക്കുകളേക്കാൾ 1000 വാക്കുകൾക്കൊപ്പം വിലയുള്ളതാണ് ഒരു പിക്ചർ എന്നാണ്. റോഡ് സൈഡിൽ കറുത്ത ഒരു ബാഗ് പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു കുട്ടിയുടെ ഫോട്ടോ കാണുമ്പോൾ ഡ്രൈവർക്ക് അറിയാൻ പറ്റും തൊട്ടടുത്ത് ചെറിയ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളുണ്ട്, വികൃതിയായ കുട്ടികൾ അവിടെയുണ്ട്, അവര് റോഡ് അശ്രദ്ധയോടുകൂടി മുറിച്ചു കിടക്കും, അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചു. യെസ്, അപ്പൊ എ പിക്ചർ ഈസ് വർത്ത് 1000 വേർഡ്. ഇത് മുഴുവൻ എഴുതി വെച്ച് കഴിഞ്ഞാൽ ആരും വായിക്കില്ല. അതാണ് അതിന്റെ കറക്റ്റ് സെന്റൻസ്. എ പിക്ചർ ഈസ് വർത്ത് 8,000 വേർഡ്സ്. 1000 വാക്കുകൾക്ക് ഒപ്പം നിൽക്കുന്നതാണ് ഒരു പിക്ചർ. അതുപോലെ രണ്ടാമത്തെ വാചകം ഞാൻ പറയുന്നു: എവരി ക്ലൗഡ് ഹാസ് എ ഡാഷ്. എവരി ക്ലൗഡ് ഹാസ് എ ഡാഷ്. ഇത് ചില ആളുകളൊക്കെ പ്രസംഗിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കാണ്. ഈ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ എടുക്കുന്ന ആളുകളൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ചിലപ്പോൾ ഈ വാക്ക്, ഈ സെന്റൻസ് ഉപയോഗിക്കാറുണ്ട്. എവരി ക്ലൗഡ് ഹാസ് എ ഡാഷ്. കാവ്യ, അയന, രണ്ടുപേരുള്ളൂ അല്ലെ? യെസ്, കറക്റ്റ് ആൻസർ ആണ്. കാവ്യ ആൻഡ് അയന. എവരി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈൻ. നിങ്ങള് അർച്ചനയുണ്ട് അല്ലെ? ഓക്കെ 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 ഓക്കെ. അർച്ചന, നിങ്ങള്
എപ്പോഴെങ്കിലും രാത്രി ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാല് മേഘങ്ങൾക്കിടയിൽ ഒരു വെള്ളി വര പോലെ ഗ്യാപ്പ് കാണും. അപ്പൊ അത് കാണിക്കുന്നത് അങ്ങനെയുണ്ട്. എല്ലാ ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ്. അപ്പൊ അത് പറയുന്നത് മറ്റു കാര്യങ്ങൾ മേഘങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരാശയും വിഷമമൊക്കെ എന്ന് വിചാരിച്ചു. മൊത്തം നിരാശയായി കഴിഞ്ഞാൽ there is a silver lining of hope. പ്രതീക്ഷയുടെ ഒരു സിൽവർ ലൈൻ എവിടെയോ ഉണ്ടാവും എന്നതാണ് സിൽവർ ലൈൻ. ഓക്കെ, അടുത്തത് ഇറ്റ് ഈസ്. ഇതൊക്കെ എവിടെയെങ്കിലൊക്കെ വരുന്ന വാചകങ്ങളുണ്ടോ, നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചു വെച്ചോ. ഇറ്റ് ഈസ് ബെറ്റർ ടു ബി സേഫ് than dash. It is better to be safe than dash. Sudisha. Archana. Ashwini. Sudisha. Archana and Ashwini. Correct answer ആണ് സോറി. അത് സോറിയാണ് കറക്റ്റ് ആൻസർ. ഇറ്റ് ഈസ് ബെറ്റർ സേഫ് ദാൻ സോറി. നിങ്ങൾക്കറിയാം, നമ്മളിപ്പോ നമ്മളോട് ആരെങ്കിലും ഒരാൾ സോറി പറഞ്ഞാൽ നമുക്ക് സന്തോഷമാണ്. വി ആർ വെരി ഹാപ്പി. നമ്മുടെ ഒരു ബന്ധുവിനെ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ തിയേറ്ററിന്റെ അകത്തുണ്ട്. നമ്മൾ പുറത്ത് കാത്തു നിൽക്കുന്നു. അകത്തു നിന്ന് ഇറങ്ങി വരുന്ന ഡോക്ടർ നിങ്ങളുടെ തോളിൽ തട്ടിയിട്ട് ഐ ആം സോറി എന്ന് പറഞ്ഞാൽ ആ സോറി കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ല. അപ്പൊ നമുക്ക് മനസ്സിലായി രോഗി മരിച്ചുപോയി. ബെറ്റർ സേഫ് ആയിട്ടിരിക്കുക ദാൻ സോറി. ഡോക്ടറെ കൊണ്ട് സോറി പറയിപ്പിക്കരുത്. ബെറ്റർ സേഫ്. ഓക്കെ, യെസ്. അടുത്തത് നെസസിറ്റി is the mother of dash. Kavya. Yes. Kavya മാത്രമല്ല അല്ലേ? Yes, Kavya. Necessity is the mother of invention. Invention കണ്ടുപിടുത്തം. അത്യാവശ്യമാണ് കണ്ടുപിടുത്തത്തിന്റെ അമ്മ. ചിലത് നമുക്ക് ജീവിതത്തിൽ ആവശ്യം ഉണ്ടാവുള്ളൂ, അപ്പൊ നമ്മൾ വലിയ വാല്യൂ കൊടുക്കൂല. ചിലത് ജീവിതത്തിൽ ആവശ്യമില്ല, അത്യാവശ്യമായിരിക്കും, അപ്പൊ നമ്മൾ അതിന് മൂല്യം കൊടുക്കും. നിങ്ങൾ അതിനെ ആലോചിച്ച് നോക്കിയേ. ചിലപ്പോ ഈ കോഴ്സ് നിങ്ങൾ തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും പഠിക്കാൻ തീരുമാനിച്ചത് എവിടെയോ നിങ്ങൾക്ക് അതുകൊണ്ടൊരു അത്യാവശ്യമുള്ളത് കൊണ്ടാണ്. ചിലപ്പോ അത്യാവശ്യം നമുക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കണമെന്നുള്ള ഒരു അത്യാവശ്യം കൊണ്ട്, ആവശ്യം കൊണ്ടല്ല, അത്യാവശ്യം കൊണ്ട് നമ്മളത് തിരഞ്ഞെടുത്തു നമ്മളെ ഈ കോഴ്സ്. യെസ്, നമുക്ക് പറയാം നെസസിറ്റി ഇസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. അത്യാവശ്യമാണ് കണ്ടുപിടുത്തത്തിന്റെ അമ്മ. ഓക്കെ, അടുത്തത് പ്രാക്ടീസ് makes man dash. Kavya, Sudisha, Aina. Kavya, Sudisha, Aina. Correct ആണ് ജോൺസ്, correct ആണ് അർച്ചന, correct ആണ്. Practice makes the man perfect. പ്രാക്ടീസ് വരുമ്പോ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതെന്താവും? പെർഫെക്റ്റ്. യെസ്, correct ആണ്, correct ആണ്. Don't count, C-O-U-N-T, count, എണ്ണുക. Don't count your chickens, C-H-I-C-K-E-N-S. Don't count your chickens before dash. Don't count your chickens before dash. Sudisha, Aina, Aishwarya. Sudisha, Ayana, നേരത്തെ വന്നാൽ ഐശ്വര്യ.
അശ്വതിയാണ് സർ. Aishwarya, sorry. Aishwarya. Okay. Yes, correct answer. Don't count your chickens before they hatch. നമ്മൾ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്ന് പറയാറില്ലേ? നമ്മള് കോഴിമുട്ട അടവെച്ചു, നമ്മളിത് ചിന്തിക്കുകയാണ്, ഇത് വിരിഞ്ഞു, ഇതിന്റെ കുഞ്ഞുങ്ങളുണ്ടായി, അത് മുട്ടയിട്ട്, അത് വിരിഞ്ഞു, അതിന്റെ കുഞ്ഞുങ്ങളുണ്ടായി, ആദ്യത്തെ കോഴിയും രണ്ടാമത്തെ കോഴിയും മുട്ടയിട്ട്, അത് വിരിഞ്ഞു, ഇങ്ങനെ സ്വപ്നങ്ങൾ കണ്ടുപോകുന്നു. യെസ്, വിരിഞ്ഞതിന് ശേഷമേ സ്വപ്നം കാണാവൂ. അടുത്തത്, ഒരു പക്ഷെ നിങ്ങളെല്ലാം ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് അനുഭവിച്ചിട്ടുള്ള സംഗതിയാണ് ഞാൻ പറഞ്ഞത്. Absence makes the heart grow dash. Absence makes the heart grow dash. Absence makes the heart grow, heart, H-E-A-R-T, grow dash. Yes, Sudisha, Hiba, Farida. സർ അത് ഞാൻ ഉണ്ട്. കാവ്യം. Sudisha, Hiba, Farida and Kavya. Yes, correct ആണ്. അതാണ് ആൻസർ. ഫോണ്ടർ ആണ് കറക്റ്റ്. FONDR, ഫോണ്ടർ. ഫോണ്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക്ഡ് എന്നുള്ള വേർഡാണ്. ലൈക്ക്. അതായത് ചില ആളുകളെ നമ്മൾ കാണാതിരിക്കുമ്പോഴാണ് നമ്മൾ എത്രമാത്രം അദ്ദേഹത്തെ അല്ലെങ്കിൽ അവളെ ഇഷ്ടപ്പെട്ടിരുന്നു മനസ്സിലാവും. മിസ് ചെയ്യാറില്ല കാണാതിരിക്കുമ്പോഴായിട്ട്. അത്രയും നാളെ പറഞ്ഞിട്ട് നമുക്ക് അത്ര തോന്നിയിട്ടുണ്ടാവില്ല. ആബ്സെൻസ് മേക്സ് ദ ഹാർട്ട് ടു ഗ്രോ ഫോണ്ട് ഓഫ്. കാണാതിരിക്കുമ്പോഴാണ് നമുക്ക് ഇഷ്ടം തോന്നുന്നത്. യെസ്. ക്യൂരിയോസിറ്റി killed dash. Curiosity killed dash. ഇതൊരു പ്രോവർബ് പോലെ പറയുന്ന ഒരു വാചകമാണ്. ക്യൂരിയോസിറ്റി, ജിജ്ഞാസ, killed dash. കാവ്യ, ഹിബ, അയന. കാവ്യ, ഹിബ, അയന. സർ ഞാൻ പറഞ്ഞിട്ടില്ല, ഞാന് കേട്ടില്ല എന്നാ പറഞ്ഞത്. അപ്പൊ കാവ്യ, അയന. പിന്നെ വേറെ ആയിരുന്നു അയനയുടെ അടിയിൽ വന്നത്? അശ്വതി സർ. അശ്വതി. ഓക്കെ അശ്വതി. ഓക്കെ, റെഡി. അപ്പൊ റെഡിയാണ്. അടുത്ത ചോദ്യം. അടുത്ത വളരെ സിമ്പിൾ ആണ്. ഒരു പക്ഷേ അവിടെ ഇവിടെ കേട്ടിട്ടുണ്ടാവും. മലയാളത്തിലായിരിക്കും കേട്ടേക്കുന്നത്. Every dog has a dash. കാവ്യ, സുധീഷ, പത്മശ്രീ. കാവ്യ, സുധീഷ, പത്മശ്രീ. കറക്റ്റ് ആൻസർ ആണ്. Every dog has a day. എല്ലാ നായകർക്കും ഒരു ദിവസമുണ്ട്. എനിക്കും ഉണ്ടാകും ഇവിടെ ഒരു ദിവസം. ഇതാണ്. ഓക്കെ ശരി. അടുത്തത്, ഗുഡ് തിങ്സ് THINGS come to those dash. Good things comes to those dash. Sudisha, Ashwini, Bindu Satyan. Sudisha, Ashwini, Bindu Satyan. യെസ്, കറക്റ്റ് ആണ്. നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത് ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നവർക്കാണ്. യെസ്. പക്ഷെ ഇതിനകത്ത് വേറൊരു പ്രത്യേകതയുണ്ട്. ക്ഷമിക്കുക അല്ലെങ്കിൽ ക്ഷമയോടുകൂടി കാത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാത്തിരിപ്പ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല, അതിനൊരു പരിധിയുണ്ട്. ഒരു എക്സാമ്പിൾ പറയുന്നത്, നമ്മൾ കുറച്ച് കോഴിമുട്ട വിരിയിക്കാൻ വേണ്ടി വെച്ചാൽ
അത് വിരിയുന്നതിന് എടുക്കുന്ന ഒരു ദിവസമുണ്ട്, 29-30 ദിവസം കഴിഞ്ഞ്. അതും കഴിഞ്ഞിട്ട് നമ്മൾ ക്ഷമയോടെ ഇരിക്കരുത്. അപ്പൊ നമ്മൾ ക്ഷമക്ക് അർത്ഥമില്ല. യെസ്, ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ള കറക്റ്റാണ്. അത് വെറുതെ ക്ഷമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The grass is always greener dash. The grass is always greener dash. Sudisha. Yes, ഒരാളുള്ള അല്ലേ? സുധീഷ, ഹിബ, അർച്ചന. സുധീഷ, ഹിബ and Archana. Correct answer. Okay, Ashwini. Okay, but mistake. Correct answer. നമ്മൾ അക്കരെ പച്ച എന്ന് പറയില്ലേ? പുഴയുടെ ഇപ്പുറത്ത് നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ പച്ചപ്പ് തോന്നും, അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ പച്ചപ്പ് തോന്നും. അതാണ് ഓൺ ദ അതർ സൈഡ് എന്ന് പറയുന്നത്. കറക്റ്റ്. യെസ്. അടുത്തത് ക്ലീൻലിനെസ്. CLEANLINESS. ക്ലീൻലിനെസ് is next to dash. Is next to Sudisha, Farida, Kavya. Sudisha, Farida, Kavya. Correct ആണ്. Godliness ആണ്. അതായത് വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദൈവികതയുടെ അടുത്ത സ്റ്റെപ്പ് എന്നാണ് പറയുന്നത്. യെസ്, വൃത്തി. അപ്പോ ഇതിന്റെ അകത്ത് ഞാൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഈ മോഡലുള്ള ചോദ്യം ഇതാണ്. ഡോണ്ട് ബൈറ്റ്, BIT, ബൈറ്റ് ദ ഹാൻഡ് ഡാഷ്. ഡോണ്ട് ബൈറ്റ് ദ ഹാൻഡ് ഡാഷ്. സുധീഷ, അയന, അശ്വതി. Sudisha, Ayana and Ashwini. Correct answer ആണ്. Don't bite the hand that feeds you. പാല് തരുന്ന കൈ കൊത്തരുത് എന്ന് പറയാറില്ലേ? ആ സംഗതിയാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ച സംഗതി. Don't bite the hands that feed you. Yes. Okay. ഇനി ഞാൻ കുറച്ച് ചോദ്യം ചോദിക്കാം. എല്ലാ ചോദ്യവും ദീപാവലിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. All answers are connected with Diwali or Deepavali. ദീപാവലിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അതിന്റെ പേരിൽ ക്ലൂ ഒന്നുമില്ല, നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി. യെസ്, ചോദ്യം ഇതാണ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് Diwali? What is the meaning of the word Diwali? Light ഒക്കെയാണ്, പക്ഷെ പേരുണ്ട്. ഫുൾ കറക്റ്റ് പേര് പറയുന്നത്. ഇറ്റ്സ് എ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ് എന്ന് സമ്മതിച്ചു. യെസ്, ഒരു കറക്റ്റ് ഒരു പേര് പറയാം. ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്. സുധീഷ, വേറെ ആരും പറഞ്ഞില്ലെങ്കിൽ സുധീഷിന് തരാം. ദീപാവലി വേറൊരു അർത്ഥമുള്ളത് ലൈറ്റ് ആണ്, ഫയർ ലൈറ്റ് അല്ല. യെസ്, ഫരീദ, കറക്റ്റ് ആൻസർ. ഫരീദയാണ് കൃത്യമായിട്ട് പറഞ്ഞത്. റോ ഓഫ് ലൈറ്റ്. ഫരീദ, ഐശ്വര്യ, അശ്വതി, ഐശ്വര്യ. യെസ്, റോ ഓഫ് ലൈറ്റ് എന്താണ്? ലൈറ്റിന്റെ നിലകളാണ്, അതാണ് റോ ഓഫ് ലൈറ്റ്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. From which language does the word Deepavali come from? From which language does the word Deepavali come from? Kavya, Hiba, Bindu Sati. Kavya, Hiba and Bindu Sati. Correct answer ആണ്. It is coming from the language Sanskrit.
സാൻസ്ക്രിറ്റിൽ നിന്നാണ് ആ വേർഡ് വരുന്നത്. യെസ്. അടുത്തത്, വാട്ട് ഈസ് ദി തീം, THEME, തീം ഓഫ് ദ ഫെസ്റ്റിവൽ ദീപാവലി? What is the theme of the festival Deepavali or Diwali? What is the theme? THEME. ആരും പറയുന്നത് കറക്റ്റ് ആവട്ടെ. ഓക്കെ, രവിൻ രാജ് കറക്റ്റ് ആൻസർ ആണ്. യെസ്, രവിൻ രാജ്, അപർണ, ജോനസ്. രവിൻ രാജ് നേരത്തെ വന്നിട്ടില്ല അല്ലെ? രവിൻ രാജ്, അപർണ നേരത്തെ വന്നിട്ടില്ല. പിന്നെ ജോനസ്. യെസ്, ഓക്കെ കറക്റ്റ് ആണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ദ വിക്ടറി ഓഫ് ലൈറ്റ് ഓവർ ഡാർക്ക്നെസ്. ദ വിക്ടറി ഓഫ് ലൈറ്റ് ഓവർ ഡാർക്ക്നെസ്. അടുത്തത്, വാട്ട് ആർ ദ lamps, LAMPS, lamps that we light during Diwali is called? What are the lamps, LAMPS, that we light, LIGHT, അതല്ല സുധീഷ, light during Diwali is called dash? Kavya, Aparna, Sudhisha. Kavya, Aparna and Sudhisha. Yes, ആ ലാമ്പിന് പറയുന്ന പേര് ഏതാണ്? ദിയ. ദിയ എന്നാണ് അവിടത്തിന് പറയുന്ന പേര്, ദിയ. യെസ്. അപ്പൊ ദീപാവലി സമയത്ത് people decorate their houses with patterns of colors. People decorate their houses with patterns of colors. What is it called? Sudhisha, Ashwari, Patnasri. Sudhisha, Ashwari and Patnasri. Yes, correct answer ആണ്. അതിനെ പറയുന്ന പേരാണ് രംഗോലി. That is called രംഗോലി. അടുത്തത്, how many days Diwali celebrated? How many days? How many? കാവ്യ അങ്ങനെ പറഞ്ഞ ഭയങ്കര ഒരു നമ്പർ ഉറപ്പ്. ഹിബ, അപർണ, ബിന്ദു സത്യൻ. ഹിബ, അപർണ and Bindu Sadhyan. ശരിയാണ്. It is celebrated for 5 days. 5 days. Okay. അടുത്തത്, what is the common sweet, SWEET, sweet distributed in Diwali? Distributed in the Deepavali or Diwali. Common sweets, SWEETs. അതല്ലേ ശരിയ? സുധീഷ, അയന, അശ്വതി. സുധീഷ, അയന and Ashwati. Correct answer ആണ്. ലഡു is the common sweet dish. ലഡു ആണ് ആൻസർ കേട്ടോ.
Next question. What do the families often buy, buy, വാങ്ങുക, to symbolize prosperity? ഈ ദീപാവലി നാളിൽ what do families often buy to symbolize prosperity? ഉറപ്പിക്ക് സുധീഷ. അശ്വതി, രവിൻ രാജ്, ഹിബ. അശ്വതി, രവിൻ രാജ് ആൻഡ് ഹിബ. യെസ്, കറക്റ്റ് ആൻസർ ആണ്. ആളുകള് ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ട് വാങ്ങുന്നത് സ്വർണമാണ്. യെസ്, ഒരു ചോദ്യം കൂടി. വാട്ട് ഈസ് ദി ഓക്കെ സുധീഷ്, ഓക്കെ, ഞാൻ സുധീഷിനെ പരിഗണിച്ചു. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി ട്രഡീഷണൽ ഓയിൽ യൂസ്ഡ് ഇൻ ദിയ? ദിയ എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. വാട്ട് ഈസ് ദി ട്രഡീഷണൽ ഓയിൽ യൂസ്ഡ് ഇൻ ദിയ? അതല്ല സുധീഷ്, വേറെ പേരുണ്ടായിരുന്നു. ട്രഡീഷണൽ ഓയിൽ. അതല്ല ഫരീദ. കാവ്യ, അശ്വതി, ഹിബ. കാവ്യ, അശ്വതി ആൻഡ് ഹിബ. യെസ്, ഓക്കെ. ഓക്കെ രവിന്റെ കടുകട്ട എന്ന് പറയില്ലേ, അതാണ്. അപ്പൊ ഞാൻ ചോദ്യങ്ങൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ടുള്ള കണക്ഷൻ അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതാണ്. അപ്പൊ ഞാൻ പോയിന്റുകൾ പറയാം. ചിലപ്പോൾ ഒരു പോയിന്റൊക്കെ അങ്ങോട്ട് ഇങ്ങനെ വ്യത്യാസം വന്നെങ്കിൽ ഞാൻ ക്ഷമിച്ചേക്കാം. ജോനസ് 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അർച്ചന 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. യെസ്, പത്മശ്രീ 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. രവിൻ രാജ് 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഐശ്വര്യ 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഫരീദ 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ബിന്ദു സത്യൻ ഉണ്ടായില്ലേ? ബിന്ദു സത്യൻ അല്ലേ? ബിന്ദു സത്യൻ, ഞാൻ ബി സത്യൻ എഴുതിയത്. ബിന്ദു സത്യൻ 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 3 പോയിന്റ്. അപർണയ്ക്കും 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അയനക്ക് 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഹിബയ്ക്ക് 7 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 7 പോയിന്റ്. കാവ്യക്ക് 10 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. കാവ്യക്ക് 10 പോയിന്റ്. അശ്വതിക്കും 10 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 10 പോയിന്റ് അശ്വതി. സുധീഷക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ്. സുധീഷക്ക് 13 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. കുറഞ്ഞ മാർക്ക് കിട്ടിയവർക്കും കൂടുതൽ മാർക്ക് കിട്ടിയവർക്കും മാർക്കൊന്നും കിട്ടാത്തവർക്കും അഭിനന്ദനം, കൺഗ്രാജുലേഷൻസ്. ഓക്കെ ഫരീദ പറഞ്ഞ പോലെ we will meet in the next class. Okay, bye. Okay, Archana. Okay, Shri. Okay.
Yes.